വ്യാജ മേൽവിലാസമുണ്ടാക്കി അബുദാബിയിലേക്ക് കടക്കാൻ ശ്രമിച്ചയാൾ നെടുമ്പാശ്ശേരിയിൽ പിടിയിലായത് സെയ്തു മുല്ല എന്ന ബംഗ്ലാദേശ് പൗരൻ. പൂനെയിലെ മേൽവിലാസത്തിലാണ് ഇയാൾ പാസ്പോർട്ട് തരപ്പെടുത്തിയത്. അർദ്ധരാത്രി 12 മണിക്ക് ആലുവ ചെങ്ങമനാട് ഹോട്ടലിലേക്ക് ടോറസ് ഇടിച്ചുകയറി. അപകടത്തിൽ ആളപായമില്ല. പാലക്കാട് നിന്നും എറണാകുളം ഭാഗത്തേക്ക് മണൽ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ പിലാത്തറയിൽ വെള്ളക്കെട്ടിൽ വീണ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുഞ്ഞിമംഗലം സ്വദേശി റിയാസാണ് മരിച്ചത്. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ RTO നടത്തിയ പരിശോധനയിൽ കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. 160 കിലോമീറ്ററിൽ ഡ്രൈവിംഗ്, മൊബൈലിൽ ഷൂട്ട് ചെയ്തുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവയാണ് കണ്ടെത്തിയത്. സഞ്ജുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകി. പത്രപ്രവർത്തകനും നടനുമായ G. വേണുഗോപാൽ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കേരള പത്രികയിലെ മുൻ സബ് എഡിറ്ററായിരുന്നു. കൊല്ലം ചക്കുവള്ളിയിൽ മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഒരുവഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീറ ബീവി ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന എന്റെ മരം എന്റെ ജീവൻ എന്ന പരിസ്ഥിതി വാരാചരണമാണ് മിഴി ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ 9 മാവോയിസ്റ്റുകൾ അറസ്റ്റിൽ. 8 പേരെ ഉസൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരാളെ നെയ്മ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് പിടികൂടിയത്. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ഇക്വഡോറിനെതിരെ അർജന്റീനയ്ക്ക് ജയം. ഏഞ്ചൽ ഡി മരിയയാണ് ഗോൾ നേടിയത്. അവസാന 35 മിനിറ്റ് നേരം സൂപ്പർ താരം ലയണൽ മെസ്സി ഗ്രൗണ്ടിലിറങ്ങി.